Hi guys, welcome back to my channel. നിങ്ങളെല്ലാവരും ചോദിച്ച പോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മുഖം നന്നായിട്ട് ഇങ്ങനെ കണ്ണാടി പോലെ പളപളാന്ന് തിളങ്ങിയിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡി. യാതൊരു വിധത്തിലുള്ള ദോഷഫലങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരെണ്ണം സിറവും മറ്റൊരെണ്ണം ക്രീമുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ക്രീം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സിറം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചുവന്ന പരിപ്പാണ് കേട്ടോ. മസൂർ ദാൾ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പിങ്ക് ലെൻറ്റിൽസ് എന്നാണ്, റെഡ് ലെൻറ്റിൽസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്ന സ്പൂണിനകത്ത് ഞാനൊരു 3-4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. ബദാം ഇത്രത്തോളം വേണ്ട, ഒരു 6-7 ബദാം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7 ബദാം എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ ഒരു ബൗളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് കുതിർക്കാൻ വെക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കുതിർന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് പകരം നമുക്ക് ബദാമിനകത്ത് വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. റെഡ് ലെൻറ്റിലിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ബദാം കുതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിർബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതിനെ കുതിർക്കാൻ വെക്കണം. ഒരു 6-7 മണിക്കൂർ നേരത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ ഞാനിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബദാമിൻ്റെ തോല് റിമൂവ് ചെയ്യുന്ന വീഡിയോയും ബദാമിൻ്റെ ആ ഒരു ഇതെടുത്ത് പേസ്റ്റ് ആക്കുന്ന എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ ബദാമിൻ്റെ തോല് റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒരു ഉരകല്ല് എടുക്കുക. ഉരകല്ല്, ഞാനിപ്പോൾ ഇവിടെ മാർബിളിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഉരകല്ല് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ തോല് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു ബദാം എടുത്ത് നന്നായിട്ട് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഉര വേണം കേട്ടോ കല്ലിൽ. അപ്പോൾ ഉരയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ്. ഈ കാണുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രീമി ആയിട്ടുള്ള പേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതെല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചുമന്ന പരിപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു ബദാമും കൂടി ചേർത്ത് മിക്സി ബൗളിലിട്ടത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്ത് പേസ്റ്റാക്കി കൊണ്ടുവന്നാലും മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബദാം കളയണ്ടല്ലോ, അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നീര് മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ പരിപ്പ് അരച്ച് പേസ്റ്റാക്കും പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ബദാം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഉരകല്ലിട്ടിട്ട് ഉരച്ച് നല്ല ക്ഷമ വേണം കേട്ടോ. സമാധാനത്തിൽ ഇങ്ങനെ ഉരച്ച് അതിൻ്റെ പേസ്റ്റ് മാത്രമായിട്ട് അങ്ങ് ഈ ഒരു ബൗളിനകത്ത് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു ചെറിയ സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ബദാമിൻ്റെ പേസ്റ്റ്. എന്നിട്ട് ബാക്കി ഉരയ്ക്കാൻ പറ്റാത്ത ആ ഒരു ബദാമിനൊക്കെ എടുത്ത് ഞാൻ ആ ഒരു പരിപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു മസൂർ ദാലിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിതങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം ആ ഒരു മസൂർ ദാലിന്. അപ്പോൾ നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണി ഉപയോഗിച്ചിട്ട് അങ്ങ് അടിച്ചു മാറ്റി അതിനകത്തുള്ള ജ്യൂസ് മാത്രം മതി കേട്ടോ. ബാക്കി വരുന്ന ആ ഒരു പിശിടൊന്നും വേണ്ട, നമുക്ക് ജ്യൂസ് മാത്രം മതി. പിശിട അതുപോലെ കളയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് കുളിക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ച് കുളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിന് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ബദാമിൻ്റെ പേസ്റ്റിനകത്തേക്ക് കുറേശ്ശായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഈ രണ്ടും കൂടി മിക്സ് ആക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ബദാം പേസ്റ്റും ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ജ്യൂസും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂണോളം ഗ്ലിസറിനാണ്. കുഞ്ഞു സ്പൂണാണ്, വലിയ സ്പൂണല്ല, കുഞ്ഞു സ്പൂൺ 1 ടീസ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അത് ഞാൻ ഒരു ബോട്ടിനകത്തായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ക്യാപ്സൂളോളം നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ അലോവേറ ജെല്ലാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ച് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ആലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂണോളം ജ്യൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 സ്പൂണോളം ആലോവേറ ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതപ്പോൾ ഈ കാണുന്ന രീതിക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു ക്രീമി, നല്ല പഫി ആയിട്ടുള്ള ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഒരു ഇതിന് കിട്ടും. ഇനിയും കുറച്ചധികം ക്രീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ജ്യൂസും ആ ഒരു ഹോം മെയ്ഡ് ആലോവേറ ജെല്ലിനും കൂടി കൂട്ടിച്ചേർത്ത് ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. എങ്ങനെയായാലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 2 ആഴ്ച വരെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത സമയത്ത് ഇത് ഉപയോഗിക്കാൻ നേരം അതുപോലെ അങ്ങ് എടുത്ത് ഉപയോഗിക്കരുത്. കുറച്ച് നേരത്തേക്ക് തണുപ്പൊന്ന് പോയതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോയിങ് മാത്രമല്ല കേട്ടോ കിട്ടുന്നത്. നമുക്ക്
നമുക്ക് പിഗ്മെൻറ്റേഷൻ പോകും, ഫ്രെക്കിൾസ് പോകും, കണ്ണിനടുത്ത് കറുപ്പ് പോയി കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആയി കിട്ടും. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു ചുളിവ്, അതുപോലെ നെറ്റിയിലുണ്ടാകുന്ന ആ ഒരു ചുളിവ്, ഇതെല്ലാം പോയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് കൂടെ ആക്കി തരും ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു സിറം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറം കൂടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും എടുത്തു തന്നിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഒട്ടും തന്നെ നനവ് പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചാണ്, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. ഈ ഒരു സ്റ്റാർച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താണ്, നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റാർച്ചാണ് കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചോന്നല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. ശനിയാഴ്ച രാവിലെ 10 to 10:30 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം 2 പൊട്ടോറ്റോ എടുത്ത് അതിൻ്റെ തോലൊക്കെ നീക്കം ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഒരു മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരികയാണ്. അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. പേസ്റ്റാക്കി വന്നതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചിട്ട് 1-ാം പാല് 2-ാം പാല് എന്നൊക്കെ പണ്ട് എടുക്കില്ലേ, വെള്ളം ഒഴിച്ച് എടുക്കില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിനെ 2, 3, 4 പാലൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്നിച്ചിട്ടോ, എല്ലാം ഒരുമിച്ച് വേണം ഒരു ബൗളിനകത്ത് ഇടാൻ, അല്ലാണ്ട് തനിച്ച് നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കാൻ പാടില്ല. എല്ലാം പാടെ ജ്യൂസ് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഒരു അല്പം നേരത്തേക്ക് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് കംപ്ലീറ്റും നമ്മുടെ ആ ഒരു പാത്രത്തിന് അടിയിൽ വന്ന് കിടക്കും. എന്നിട്ട് നമ്മൾ അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതങ്ങ് ഡ്രൈ ആകാൻ വയ്ക്കുകയാണ്. ആരും തന്നെ ഒട്ടും സൂര്യൻ്റെ പ്രകാശം കൊള്ളുന്ന വിധത്തിലൊന്നും വെക്കരുത്. നമുക്ക് വീട്ടിനകത്ത് നിഴലിൽ തന്നെ വെച്ച് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്കുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഉണങ്ങിയ ശേഷം നമുക്ക് മിക്സി ബൗളിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള പൊടി കിട്ടും. അപ്പോൾ ആ ഒരു പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്, നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ. അപ്പോൾ അത് ഇതിനകത്തേക്ക് 2-3 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി തന്നെ ആരും ഉണ്ടാക്കി വെക്കരുത്. നമുക്കിത് ഒരാഴ്ചത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അടുത്ത ആഴ്ച ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പുതിയത് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങളത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഒരെണ്ണം കേട്ടോ, ഒരു ക്യാപ്സൂളാണ് ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഹോം മെയ്ഡ് ആലോവേറ ജെല്ലാണ് കേട്ടോ. ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല, നമുക്കൊരല്പം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു സിറം ചെറിയ രീതിക്ക് അങ്ങ് കട്ടിയിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിറം റെഡി. ഇനി നമുക്ക് ഈ ഒരു സിറം ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്ക് കളറിലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഡാർക്ക് കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമലായിട്ട് ഗ്ലാസ് ജാറായാലും മതി കേട്ടോ, ഗ്ലാസ് ബോട്ടിലായാലും മതി. അപ്പോൾ അതിനകത്ത് വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരാഴ്ചത്തേക്ക് മാത്രമേ ഇത് ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ. ആരും തന്നെ ഇത് ഒത്തിരി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരാഴ്ചത്തേക്കുള്ള മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിരിക്കും. ഇത് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാനായിട്ട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുക, ഇങ്ങനെ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ഇനി നമ്മളിത് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സിറം തയ്യാറാക്കി, എന്നിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഓരോ തവണ എടുക്കുന്ന സമയത്തും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ കൈയും മുഖവും ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ചേച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് അല്പം സിറം എടുത്ത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും കേട്ടോ. ഒട്ടും ഗ്രീസി ആയിട്ട് ഓയിലായിട്ടൊന്നും ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും. അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ആദ്യം നമ്മൾ സിറം അപ്ലൈ ചെയ്തു, അതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇവിടെ ചുമന്ന പരിപ്പും ആ ഒരു ബദാമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രീം കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും കേട്ടോ. അബ്സോർബ് ആയതിനു ശേഷം പോയി നമുക്ക് രാത്രി കിടന്നിറങ്ങാവുന്നതാണ്. അപ്പോൾ അന്നേരം തന്നെ ആരും തന്നെ കഴുകിക്കളയേണ്ട കാര്യമില്ല, നമുക്ക് പിറ്റേന്ന് രാവിലെയാണ് ഇത് കഴുകിക്കളയേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു അടുപ്പിച്ചൊരു 15 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം കാണാൻ ശരിക്കും നിങ്ങൾ നെട്ടുണ്ടോ. അത്രയും തന്നെ സൂപ്പർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീമും സീറവും തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ക്രീമും സിറവും നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.